അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 ജനിച്ചു. കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകനും ദളിത് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ നായകനുമായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂറിലെ വേങ്ങാനൂരിൽ ജനിച്ച അദ്ദേഹം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കമായിരുന്ന ദളിതർക്കു വേണ്ടി വിദ്യാഭ്യാസം, സമത്വം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ നേടിയെടുക്കാൻ ധീരമായ പോരാട്ടങ്ങൾ നടത്തി. ദളിതർക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് വിദ്യാഭ്യാസാവകാശത്തിനായി വിടുതല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. 1907 അദ്ദേഹം ദളിതരുടെ സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കായി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ദളിതർക്ക് അവകാശം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ അയ്യങ്കാളി ജീവിതമൊട്ടാകെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ ദളിത് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം പ്രധാനമായും സമത്വം, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ്. 1939 അദ്ദേഹം തിരുവിതാംകൂർ സഭയിലെ അംഗമായി നിയമിതനായി. അതുവഴി ഭരണഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്ന് തന്നെ ദളിതരുടെ ശബ്ദമായി പ്രവർത്തിക്കാൻ സാധിച്ചു. 1941 ജൂൺ 18 അന്തരിച്ചെങ്കിലും കേരളത്തിലെ സാമൂഹിക നീതി, വിദ്യാഭ്യാസ അവകാശം, മനുഷ്യ അവകാശങ്ങൾ എന്നിവയ്ക്കായി നടത്തിയ അദ്ദേഹത്തിൻ്റെ സമരം ഇന്നും സമൂഹത്തിന് പ്രചോദനമാണ്.